പേരാവൂരിന്റെ ജനകീയനായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കടന്നു വരുന്നു. ഏകാധിപതിയും ധിക്കാരിയുമായ ഒരു ഭരണാധികാരിക്ക് ആ ഭരണാധികാരിയെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ ഈ പുതിയ യാത്ര. ഇത് തിരുവനന്തപുരത്തെത്തുമ്പോ ഈ സർക്കാരിന്റെ മരണമണി മുഴങ്ങാൻ പോകുന്നു. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. എല്ലാ തരത്തിലും നാടിനെ വഞ്ചിച്ച് ഈ നാടിനെ കൊള്ളയടിച്ച് മുമ്പോട്ട് പോകുന്നു. സ്വന്തം പാർട്ടിയുടെ സഖാവിന്റെ രക്തസാക്ഷി ഫണ്ട് പോലും നോക്കിയ നാടുകയാണ്. അതുകൊണ്ട് ആ മാറ്റത്തിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് തന്റേതായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നയിക്കുന്ന പുതിയ യാത്ര അല്പസമയത്തിനകം തന്നെ ഈ കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ കെ സുധാകരൻ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ താപം തണലുമായി നിന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നമുക്ക് അധ്യക്ഷൻ ശ്രീ ജനാർദ്ദനൻ, വേദിയിലെ നേതാക്കൾ എം സി സെബാസ്റ്റ്യൻ, ചന്ദ്രൻ തെല്ലങ്കേരി, രാജുദ്ദീൻ നായർ, പി പി അബ്ദുൽ റഷീദ്, ഷമാ മുഹമ്മദ്, മാക്കുറ്റി, പ്രതിപക്ഷ നേതാവിനെ പ്രതീക്ഷിക്കുന്നു. എ ഡി സതീശനെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും എല്ലാ ആളുകളും ഞങ്ങളെ അദ്ദേഹത്തിന്റെ ആളുകൾ പാർട്ടിയിലേക്കറിയാം. അദ്ദേഹം ഏതാനും സമയം കൊണ്ടുകൂടി എത്തുമെന്നാണ് നമ്മുടെ ആരാധ്യനായ കെ പി സി സിയുടെ പ്രസിഡന്റും നിങ്ങളുടെ നാട്ടുകാരനുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്ന ഓർമ്മ മുറ്റത്തെ മുല്ലത്ത് മണമില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആക്കിയാൽ ഞങ്ങൾ വേറെ വഴി നോക്കും. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ എല്ലാം അർഹതപ്പെട്ട നേതാക്കന്മാരാണ് നമ്മുടെ നേതാക്കന്മാർ. ഒരാൾക്കും കുറ്റം പറയാൻ സാധിക്കാത്ത, വൃത്തിഹീനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഇല്ലാത്ത മാന്യതയുടെ മുഖമാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും. അഭിമാനബോധത്തോടെ പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും തുല്യമായ ബഹുമാനം നൽകി ആദരവ് പൂർവ്വം അവരെ നോക്കിക്കാണാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് സാധിക്കണം. ഇപ്പോ പ്രതിപക്ഷ നേതാവ് വരാൻ പോവാണ്. അദ്ദേഹം നടത്തുന്ന ഈ സമരം കേരളത്തിലെ ഒരു പുതിയ സമരമാണ്, പുതിയ നാമധേയമാണ്. ആ പരിപാടി പ്രോഗ്രാം കേരളത്തെ ഒന്ന് ചലിപ്പിച്ചു കഴിഞ്ഞു ഇത്രയും പെട്ടെന്ന്. അദ്ദേഹം കടന്നു വന്ന വഴിയോരങ്ങളെല്ലാം ആയിരക്കണക്കിന് ആളുകൾ തമ്പടിച്ചു നിന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഇന്നുകൊണ്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അത്ര വലുതാണ്. കേരളം ഭരിക്കുന്ന ഒരു ഇടതുപക്ഷം പിണറായി വിജയൻ എന്ന് പറയുന്ന എന്റെ നാട്ടുകാരൻ എനിക്ക് ലജ്ജയുണ്ടെന്ന് പറയാൻ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഏതാണ്ട് 10 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്നു. എന്ത് ചുക്കാണ് അദ്ദേഹം കേട്ടത് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക. എന്റെ പ്രസംഗം അകതിയെങ്കിലും പിടിച്ചിട്ട് CPF-ന്റെ പ്രവർത്തകന്മാർ കേൾക്കുന്നുണ്ടാകും പ്രസംഗം.
ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ മനസ്സ് നോവിക്കാനോ അല്ല ഞാൻ പറയുന്നത്. സത്യസന്ധമായി നിങ്ങൾ ആലോചിക്കൂ. ഈ വർഷം അത്രയും അദ്ദേഹം ഭരിച്ചിട്ട് ഈ നാടിലെ സാധാരണക്കാർക്ക്, പട്ടിണിക്കാർക്ക്, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ആണ് പിണറായി വിജയൻ ചെയ്തത്? കഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും കിട്ടിയോ? പട്ടിണി കിടക്കുന്നവർ എന്തെങ്കിലും കിട്ടിയോ? ഒരു ചുക്കും കൊടുക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ ഈ യാത്ര നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ജനം ഇളകി മറിയാണ്. ഞാനിപ്പോ 2-3 സ്ഥലത്ത് പോയി, അവിടെയെല്ലാം ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇളകി മറിയാണ്. എന്തുകൊണ്ടാ? ആളുകളെ മനസ്സിനെ, ഞാനും നിങ്ങളും കൂടെ ആ മനസ്സിനെ തലോടി കൈവെടുത്തിരിക്കുന്നു. നമ്മളാണെന്ന് പറഞ്ഞത് ശരി എന്ന രീതിയിലേക്ക് സമൂഹവും നാടും മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പോരാട്ടം കരുത്തുറ്റ പോരാട്ടമാക്കി മാറ്റണം. സാമ്പത്തിക ക്രമക്കേട് ഇതുപോലെ നടത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കും. എത്ര വർഷമായി? 10 വർഷമായി അദ്ദേഹം ഭരിക്കുകയാണ് ഇവിടെ. സ്വർണം കടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ എന്താണ് പറയാ, പൂഴിമണലിന് കരിമണൽ കടത്തിക്കൊണ്ടുപോയത് മറ്റുള്ളവരുടെ കുടുംബക്കാരുടെ അക്കൗണ്ടിൽ, സ്വന്തം അക്കൗണ്ടിൽ എവിടെ നോക്കിയാലും പണം കുമിഞ്ഞു കിടക്കുന്നു. പിണറായി വിജയന്റെ ഗോപുരത്തിൽ പണം മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. ഈ പണം ഉണ്ടാക്കിയ പിണറായി വിജയൻ ഈ നാടോട് ഒന്നും ഒരു ഗുണവുമില്ല. മാത്രമല്ല, സ്വന്തം പാർട്ടിയെ വെട്ടിക്കൊന്ന്, ആ വെട്ടിക്കൊന്നവന്റെ പേരിൽ ഫണ്ടുണ്ടാക്കി, ആ ഫണ്ട് പോലും ആ കുടുംബത്തിന് കൊടുക്കാതെ ആ കുടുംബത്തോട് കാണിച്ച നീതികള് നിങ്ങളുടെ നാട്ടിലില്ലേ? ഇവിടെ ഇല്ലേ ഒരു കേസ്? ആരാണ് അദ്ദേഹത്തെ കൊന്നത്? ആരാണ് കൊലച്ച് കൊല്ലിച്ചത്? എന്താ കൊല്ലാനുണ്ടായ കാരണം? ആരാണ് അതിന് ഉത്തരവാദി? ഒരു ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനില്ല, ഇടതുപക്ഷ സർക്കാരിനില്ല എന്നതാണ് സത്യം. എന്ന് പറയുമ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലജ്ജിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ധനരാജ രക്തസാക്ഷി ഫണ്ട് ഉണ്ണികൃഷ്ണൻ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? എത്ര മനോഹരമായിട്ട് ആ സഖാവ്, ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാവ് പറഞ്ഞത് നേരെ പത്രക്കാരോട്. CPM-ന്റെ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ നിലക്കാൻ നോക്കി. അദ്ദേഹം പോയില്ലല്ലോ, മടങ്ങിപ്പോയില്ലല്ലോ. അദ്ദേഹം സത്യസന്ധമായ വസ്തുത പറഞ്ഞില്ലേ? ആ പറഞ്ഞതിനെ തിരുത്താൻ, ആ പറഞ്ഞവരെ നിഷേധിക്കാൻ നട്ടലുണ്ടോ കമ്മ്യൂണിസ്റ്റുകാര്? നട്ടലുണ്ടോ പിണറായി? ഈ നാടിലെ ജനങ്ങൾ, സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ, സ്വന്തം പാർട്ടി സഖാക്കൾ, ആ സഖാക്കൾ പറയുന്നത് പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ നാട് മുടിയാണ്, ഈ നാട് നശിപ്പിക്കുകയാണ്, ഈ നാട് കാലം രാഷ്ട്രമാക്കി സംസ്ഥാനമാക്കി മാറ്റുകയാണ്. പിണറായി വിജയന്റെ തെറ്റായ നടപടികൾ ഈ നാടിന് വേണ്ട. ഈ നാടിൽ ഇടതുപക്ഷത്തിന്റെ വികസനം വേണ്ട. ഈ നാടിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം വേണ്ട എന്നീ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റ ശ്വാസത്തിൽ പിണറായി, മറ്റെന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം, മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം, അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുകയാണ്. ഒരു നീണ്ട പ്രസംഗത്തിൽ ഞാൻ ഇല്ല, ഒരുപാട് പ്രാസംഗികന്മാരുണ്ട്. ഞാൻ കുറച്ച് പ്രസംഗിച്ച് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഏറെ പ്രസംഗിക്കുന്നില്ല. ഈ പൊതുയോഗം നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ സത്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളോട്. ഈ നാടിലെ ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ യുദ്ധത്തിൽ നമുക്ക് പടതേറാം, നമുക്ക് പടയണിയാവാം. അതിന് നിങ്ങൾ തയ്യാറാവൂ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ കയറി വരുന്നു നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇരിട്ടി ടൗണിനടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യ ആശുപത്രിയുടെ പരിസരത്ത് നിന്നാണ് നമ്മുടെ സ്വീകരണം നടത്തുന്നത്. കാരുണ്യ ഹോസ്പിറ്റലിന് സമീപമാണ്. നമ്മളിത് പ്രിയങ്കരനായ UDF-ന്റെ
Supreme Court Judge Bharatan. There is no stand. Manmohan Singh, the prayer of the third, fourth command. So therefore, overall period, no stand. എന്താണ് പിണറായി വിജയന്റെ സർക്കാർ സ്ത്രീകളോട് ഇരിക്കുന്നത്? ആശാ വർക്കേഴ്സ് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ മലയാളത്തിൽ
ആവശ്യമില്ല. പ്രതിപക്ഷത്തിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ കേരളത്തിലെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ആരവത്തോടെ വേദന എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആദ്യം ക്ഷണിക്കുന്നു. ഒരുപാട് നേതാക്കന്മാർ വേദിയിലുണ്ട്. ശ്രീ രമ്യ ഹരിദാസ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രിയകരനായ നേതാവ് ശ്രീ എന്നെ നെല്ലിക്കുന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ അദ്ദേഹം നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ കാസർകോട്ട് നിന്ന് വരുന്ന ആളാണ്. ഒരുപാട് ജാഥകൾക്കും ഒരുപാട് പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ച നാടാണ് കാസർഗോഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കേരളത്തെ രക്ഷിക്കാനുള്ള, കേരളത്തെ വീണ്ടെടുക്കാനുള്ള ജാഥ 6-ാം തീയതി കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. കാസർഗോഡ് ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു ജാഥയായി ചാരിതാർത്ഥ്യവും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് യൂണിയൻ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുമ്പായി നമ്മുടെ പ്രിയങ്കരനായ എംഎൽഎ APCCയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരിച്ചു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഈ ജാഥയുടെ പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ
ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത നാം ഏവരുടെയും ബഹുമാന്യനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ സുധാകരൻ എം പി, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗിച്ച് ഞാൻ പ്രസംഗിക്കേണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേൾക്കാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിനൊരു മാറ്റം വരണം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടാണ് ലോകം കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം. കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ തിരുവനന്തപുരത്തായിരുന്ന സമയത്താണ് ഇരുട്ടി 2 ദമ്പതിമാരെ വെള്ളയും നീലയും കശുവണ്ടി പകർത്താൻ പോയ ആളുകളെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വന്യമൃഗശല്യം ആന മാത്രമല്ല, പന്നിയും കുരങ്ങും കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. കൃഷിക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. കോളേജുകൾ തുറന്നു കിട്ടുന്നില്ല. അവിടെ അക്രമമാണ്, SFIയുടെ അക്രമമാണ്, വിലക്കയറ്റമാണ്. കൃഷിക്കാര് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണം. കേരളത്തിനൊരു മാറ്റം വരണം. അപ്പൊ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. കേരളവും 2 ബഡ്ജറ്റുകൾ പ്രഖ്യാപിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചു. കേരള ബഡ്ജറ്റിൽ പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളെ പേരാവൂരും ഇരിക്കോടും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളെ അവഗണിച്ചു. അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. ജയ് UDF, ജയ് ഭാരത്. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സുധാകരൻ എം പി. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നായകനാവാൻ നിങ്ങളുടെ പേരാവൂർ സംഭാവന ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് SND ജോസഫ് എം പി, പ്രിയങ്കരനായ UDF കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി, പ്രിയങ്കരനായ NA നെല്ലിക്കുന്ന് MLA ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീമതി രമ്യ ഹരിദാസ്, ഷെമാ മുഹമ്മദ്, TP മാത്യു, പ്രിയങ്കരനായ സോണി സെബാസ്റ്റ്യൻ, കരീം ചേളേരി, പ്രിയങ്കരനായ സജീവ് ജോസഫ് MLA ഉൾപ്പെടെ വേദിയിൽ VA നാരായണൻ, സജീവ് മാറോളി ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാക്കന്മാരെ, സദസ്സിലുള്ള എന്റെ പോരാളികളായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പോരാളികൾ എന്ന് വിളിച്ചത്? നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമ്മൾ ജയിച്ചേ മതിയാവും. വിജയമല്ല, ഉജ്ജ്വലമായ വിജയം. ഈ കേരളത്തെ തകർത്ത് കുറിച്ചുകൊണ്ട് ഒരു പുതുയുഗത്തിന് തിരശീല ഉയർത്താനാണ് ഈ പുതുയുഗയാത്ര. നമ്മൾ ഈ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചു. ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രം കൊണ്ട് ഈ സർക്കാരിനെ നമ്മൾ വിചാരണ ചെയ്തു. ഇനി നമ്മൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ഏറ്റുവാങ്ങി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ്. അപ്പോൾ ഇവരെവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. മാറ്റങ്ങൾ. ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്ന്. അതാണ് സ്ഥിതി. കേരളത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി. വെറുതെ പ്രഖ്യാപനങ്ങളാണ്. 10,000 കോടി, 20,000 കോടി, 5 നയാ പൈസ കയ്യിലില്ല. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇവര് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോകുന്നത്. ഈ കേരള ചരിത്രത്തിൽ ഈ സംസ്ഥാനത്ത് ഉണ്ടാകാത്ത
ഏറ്റവും വലിയ കടബാധ്യത സംസ്ഥാനം നടത്തുകയാണ്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കൈപിടിച്ച് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തും. അതാണ് നമ്മുടെ വെല്ലുവിളി. അതിന് നമുക്ക് പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. കേരളത്തിലെ സമ്പദ് ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യാനുള്ള സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. തകർത്ത് തരിപ്പണമാക്കിയതിനെ രക്ഷിക്കാൻ നികുതി പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ, നികുതി ഭരണം ഉൾപ്പെടെ പുനഃസംഘടിപ്പിച്ച് മാറ്റങ്ങളിലേക്കാണ് കേരളം പോകുന്നത്. ഖജനാവ് നിറയ്ക്കും. നമ്മൾ ഖജനാവ് നിറച്ചിട്ടാണ് ക്ഷേമ പരിപാടികളും വികസന പരിപാടികളും നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും റഫറൻസ് കൊടുക്കും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ രോഗി. ഇപ്പൊ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും തിരിച്ചാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ പറയും താലൂക്ക് ആശുപത്രിയെ കൊണ്ട് കാണിക്കാൻ റിവേഴ്സ് റഫറൻസാണ്. ആ സ്ഥിതിയാണ് കേരളത്തിൽ. ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കൈപിടിച്ചെണീപ്പിച്ച് ആരോഗ്യവതിയായി നമ്മൾ കേരളത്തിലൂടെ നടത്തും. ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സിക്കാൻ വരുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കും ആരോഗ്യ കാര്യത്തിൽ കേരളത്തിൽ. അതിനായി നമ്മളൊരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു.